ഹലോ ഗായ്സ്, അപ്പം ഞാൻ അന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് വെറും അച്ചാറല്ല, നമ്മൾ ഉണക്ക സ്രാവ് ഉണ്ടാവില്ലേ, ആ ഉണക്ക സ്രാവ് കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു അച്ചാർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇത് മതി ചോറുക്കോ കഞ്ഞിക്കോ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അത്യാവശ്യത്തിന് നല്ല എരിവിന് മുളകും വേണം, അത്യാവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. ഇതാണ് പിന്നെ ഉണക്ക സ്രാവ്. കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിരിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണയിൽ സ്രാവ് പൊരിച്ചെടുക്കുക. ഏതെണ്ണ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ എടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുക, കുറച്ച് പൊരിച്ചെടുക്കുക. അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. സ്രാവിൽ കൊടുന്ന സ്രാവിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് പൊരിച്ചിട്ട് ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഉമ്മ എടുത്തൊരു ഐഡിയയാണ്, ഇതുകൊണ്ട് നമുക്ക് അച്ചാറിട്ടാലോ എന്ന്. അപ്പം അങ്ങനെയാണ് ഇതിങ്ങനെ ഈ ഒരു പ്ലാനൊക്കെ വന്നത്. ബാക്കി കുറച്ചും കൂടി ഉണ്ടാകും, അതും കൂടി പൊരിച്ചെടുക്കുക. അങ്ങനെ പൊരിച്ചൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. ബാക്കിയുള്ള സാധനങ്ങളുണ്ട്. എന്ത് ചെയ്യും, നമുക്ക് അതൊക്കെ കൂടെ മിക്സാക്കാം. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ പാർന്നിട്ട് കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുക് അത്യാവശ്യത്തിന് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമുക്ക് അടുത്ത് വെച്ചിട്ടില്ല നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യുക, ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റുക, നല്ലോണം ഇളക്കി നല്ല വഴറ്റുക. ഇതിൽ പ്രധാനം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല അല്ലേ, കാരണം സ്രാവിൽ തന്നെ നല്ല ഉപ്പുണ്ട്. എത്ര വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നും ഉപ്പ് പോണില്ല. അപ്പോൾ ഞങ്ങളിതിലൊരു തുള്ളി ഉപ്പ് പോലും ഇട്ടിട്ടില്ലേ. പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യുക, കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കറിവേപ്പിലൊക്കെ അത്യാവശ്യം തോനിട്ടോളി, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലോണം വഴറ്റുക. അപ്പോൾ ഇത് ഏകദേശം വന്നിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, കാരണം നിറമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2-3 സ്പൂണൊക്കെ ഉണ്ട്. അത്യാവശ്യം എരിവ് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഒരു 3 സ്പൂണ്, വലിയ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ടാണ് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. നല്ലോണം ആ എണ്ണയിൽ നല്ലോണം വഴറ്റുക. നല്ല കളറൊക്കെ കണ്ട് മാറി വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയില്ല കളറൊക്കെ അപ്പോൾ കാണാൻ. നല്ലോണം വഴറ്റുക. പിന്നെ കുറച്ച് അച്ചാർ പൊടിയാണിത്. അതൊരു 1 ടീസ്പൂണൊക്കെ മതിയാവും അച്ചാർ പൊടി. അത് ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. അങ്ങനെ പിന്നീട് നമ്മൾ മെയിൻ സാധനമായ നല്ല പൊരിച്ച് വെച്ചിട്ടുള്ള സ്രാവ് എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്രാവ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത്. ആ ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഒട്ടും ആഡ് ചെയ്തിട്ടില്ലേ, കാരണം സ്രാവിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് പോലും തൊടിച്ചിട്ടില്ല. എന്നാൽ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് സ്രാവിൽ നിന്ന് ഉപ്പ് ഇറങ്ങിയിട്ട് അച്ചാറിൽ നല്ല അത്യാവശ്യം നല്ലതല്ല പാകത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ സ്രാവും ആ ഉള്ളിയിലും എല്ലാതും നല്ലോണം മിക്സാക്കിയിട്ട് ഇതുപോലെ ആക്കുക. നല്ല എന്ത് ഭംഗിയല്ലേ കളറാണ്. ഇതിനാവശ്യത്തിനുള്ള സുറുക്കിയും കൂടി പാർന്നു കൊടുക്കുക. അതിൻ്റെ കുറച്ച് തോന്നിയിരുന്നോട്ടെ സുറുക്ക, നല്ല അതിൻ്റെ ഒരു അടിപൊളി ആയിക്കിട്ട്. അങ്ങനെ നല്ല സുറുക്കയിൽ കുളിച്ച് കിടക്കണം നമ്മുടെ സ്രാവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. കണ്ടില്ല, നല്ല എന്ത് ഭംഗിയെ കാണാൻ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എരിവും ചോറുക്കൊക്കെ ആഹാ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്